എല്ലാവർക്കും നമസ്കാരം. ശിവരാത്രി വ്രതത്തിൻ്റെ ഗുണങ്ങളും എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്നുമാണ് ഇന്നിവിടെ വിശദീകരിക്കുന്നത്. മഹാശിവരാത്രി ഒരു ഉത്സവം മാത്രമല്ല, വ്രതവും നിഷ്ഠയും ഭക്തിയും ഒരുമിക്കുന്ന ഒരു ആത്മീയ അനുഷ്ഠാനമാണ്. 2026 ഫെബ്രുവരി 15 ഈ വർഷം ഈ ദിനം അനുഷ്ഠിക്കുന്നത്. ശിവരാത്രി വ്രതത്തിൻ്റെ ഒരുക്കങ്ങൾ തലേ ദിവസം തന്നെ ഒരിക്കലെടുത്ത് ആരംഭിക്കാവുന്നതാണ്. അതായത് മത്സ്യമാംസാദികൾ വർജിച്ച് ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കുക. അതിനുശേഷം ശിവരാത്രി ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായ വസ്ത്രം ധരിച്ച് ഭസ്മം തൊട്ട് ശിവൻ്റെ പഞ്ചാക്ഷരി മന്ത്രം 108 1008 തവണ ഉരുവിടുന്നത് ഉത്തമം. സാധിക്കുമെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോകാനും പൂജകളിൽ പങ്കെടുക്കാനും ശിവന് കൂവളമാല അർപ്പിക്കാനും ശ്രമിക്കുക. പൂർണ്ണമായ ഉപവാസം തിരഞ്ഞെടുക്കുന്നവർ ക്ഷേത്രത്തിൽ പോകുമ്പോൾ തീർത്ഥം സേവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഉപവാസം അനുഷ്ഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആരോഗ്യസ്ഥിതിയുള്ളവർക്ക് പഴങ്ങളും കരിക്കും മാത്രമോ അല്ലെങ്കിൽ ഒരിക്കൽ എടുത്ത് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ശിവരാത്രി വ്രതത്തിലെ ഏറ്റവും പ്രധാനമായ അനുഷ്ഠാനമാണ് ജാഗരണം. ഈ രാത്രി ഉറങ്ങാതെ ശിവനാമം ജപിക്കാം. രാത്രി ക്ഷേത്രങ്ങളിൽ പോയി യാമപൂജകളിൽ പങ്കെടുക്കുന്നതും ഉത്തമമാണ്. പഞ്ചാക്ഷരി മന്ത്രമോ ശിവ അഷ്ടോത്തര മന്ത്രമോ സഹസ്രനാമമോ ജപിക്കാം. ഇത് ശരീരത്തെ ക്ഷീണിപ്പിക്കാനല്ല, ആത്മാവിനെ ജയിക്കാനാണ്. രാവിലെ 8:45 അമ്പലത്തിലെ തീർത്ഥമോ പുണ്യാഹമോ കുടിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. പക്ഷേ ശിവരാത്രി നൽകുന്ന ശാന്തിയും ആശീർവാദവും ജീവിതം മുഴുവൻ നമ്മോടൊപ്പം തുടരും. ഇനി ശിവരാത്രി വ്രതത്തിൻ്റെ ഗുണഫലങ്ങൾ നോക്കാം. ഭർത്താവിന് ദീർഘായുസ്, കുടുംബസൗഖ്യം, കുടുംബസമാധാനം, ആയുസ്, ആരോഗ്യം, മരണഭയമില്ലാതാക്കൽ, മനോവിഷമങ്ങളിൽ നിന്നും മുക്തി, ദീർഘായുസ്, ആത്മധൈര്യം എന്നിവയെല്ലാം ശിവരാത്രി വ്രതത്തിൻ്റെ ഗുണഫലങ്ങളാണ്. ശിവരാത്രിയിൽ വ്രതമെടുത്ത് ശിവപൂജ ചെയ്യുന്ന ഭക്തരെ ഒരു കാരണവശാലും ക്ഷിപ്രപ്രസാദിയായ ശിവശങ്കരൻ കൈവിടുകയില്ല. അതിൻ്റെ ഫലം പെട്ടെന്നുണ്ടായില്ലെങ്കിലും ഒരു നിർണായകമായ ജീവിത സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ ഭഗവാന്റെ ഒരു കൈത്താങ്ങ് നമ്മൾ തീർച്ചയായും തിരിച്ചറിയും. മഹാശിവരാത്രി നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നാണ്: വ്രതം ശരീരത്തിനല്ല, മനസ്സിനാണ്. ജാഗരണം കണ്ണുകൾക്കല്ല, ആത്മാവിനാണ്. ഈ ശിവരാത്രിയിൽ ശിവകൃപ എല്ലാവരിലും വർഷിക്കട്ടെ. നന്ദി, നമസ്കാരം.